എല്ലാവർക്കും നമസ്കാരം. ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉണക്കയില അല്ലെങ്കിൽ ഉണക്കമീൻ. ഏത് ഉണക്കമീനാണെങ്കിലും നമുക്ക് ചെയ്യാട്ടെ. ഇതുമാതിരി ഉണക്കയില ഉണക്കയില മേടിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണക്ക അയില അല്ലെങ്കിൽ ഉണക്കമീനൊക്കെ മുളകൊക്കെ പുരട്ടി വറുത്തെടുക്കല്ലേ. ഇതങ്ങനെയല്ല, നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യണത്. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അത് നമുക്ക് ആദ്യം വൃത്തിയാക്കാം. ഇത് തല കളഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിടണം കേട്ടോ. വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പൊക്കെ പോയതിന് ശേഷം നമ്മൾ വൃത്തിയാക്കുക. തല കളയുക. അതിൻ്റെ നമ്മൾ പച്ചമീൻ നന്നാക്കണ മാതിരി തന്നെ എല്ലാം വൃത്തിയാക്കണം. ഞാനപ്പോൾ ഇത് എല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാം. നമ്മൾ മീൻ വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ: ചുമന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കുറച്ച് മുളക് പൊടി. ഇത്ര സാധനങ്ങളാണ് ഇനി വേണ്ടത്. ഉപ്പ് വേണ്ട. ഉപ്പ് നമ്മൾ ഇതിലുണ്ടല്ലോ, ഉണക്കമീനിലും ഉപ്പുണ്ട്. നമ്മൾ വെള്ളത്തിലിട്ട് ഉപ്പ് കളഞ്ഞിട്ട് എടുക്കണമെങ്കിൽ പോരെങ്കിൽ ഇതെല്ലാം ചേർത്ത് ഇളക്കിയിട്ട് പോരെങ്കിൽ ആ സമയത്ത് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ഉപ്പ് അധികമാവും. ഇതെല്ലാം ഇളക്കി ഇതെല്ലാം നമ്മൾ പാകമായതിന് ശേഷം ഉപ്പ് പോരെങ്കിൽ അപ്പത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തേച്ചാൽ മതി. പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ ഈ ഉണക്കമീൻ നമ്മുടെ ഈ ചതക്കണ ഇതിലിട്ട് ഇതിങ്ങനെ ചതച്ചെടുക്കുക. ഇങ്ങനെ ചതഞ്ഞ് പൊടിയായിട്ട് കിട്ടും. ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതുമാതിരി എല്ലാം ചതച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം ചതച്ചെടുക്കണം. അപ്പം നമ്മൾ മീനും പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും എല്ലാം ചതച്ച് ഇങ്ങനെ പൊടിയായിട്ട് കിട്ടി. ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. 2 തണ്ട് കറിവേപ്പില ഇടാട്ടോ. അപ്പം നമുക്കിത് വറുത്തെടുക്കാം. ചട്ടി വെച്ചു. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതാണ് കേട്ടോ ചതച്ചത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉണക്കമീൻ വറുത്ത് കഴിക്കൂലേ, അതിലേക്കായൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇത് വറുത്ത് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ മീനുണ്ടെങ്കിൽ ഇതുമാതിരി ചതച്ച് വറുത്ത് ഒരു കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ എടുത്ത് നമുക്ക് ആവശ്യമുള്ള ദിവസം കറിയൊന്നുമില്ലെങ്കിൽ എടുത്ത് കഴിക്കാം. ഇത് വറുത്ത് കോരണ കാരണേ ചീത്തയാവില്ല. വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറക്കുന്ന ടേസ്റ്റ്. നമുക്ക് എന്തെണ്ണയിലും വറക്കാം, പക്ഷേ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്.
നമ്മൾ ഇടുമ്പോൾ തന്നെ ഇത് നല്ല തീയിലിടണം കേട്ടോ. അത് കഴിഞ്ഞൊന്ന് ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോഴാണ് ചെറു തീയിലിട്ട് വേവേണ്ടത്. വെളിച്ചെണ്ണ പോരെങ്കിൽ ഇടയ്ക്ക് ഇത്തിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വലിയുമ്പോഴേ വെളിച്ചെണ്ണ വലിച്ചിത് നല്ലോണം. അപ്പം നമ്മുടെ മീൻ ചതച്ച് വറുത്ത് കണ്ട ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് കട്ടി ഇറച്ചിക്ക് കാനുള്ള മീനുകളില്ലേ, സ്രാവൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാട്ടോ, നല്ലതാണ്. എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ പൊടി പൊടി മാറി കിടക്കും. അതെ, ഇത് കണ്ട നമ്മുടെ ഉണക്ക അയില ചതച്ച് വറുത്തതും ചോറും. ഇതിന് വേറെ കറികളൊന്നും വേണ്ട, നമുക്കിങ്ങനെ പുരട്ടിയിട്ട്. അപ്പോൾ ഉപ്പും എരിവും ഒക്കെ ഉണ്ടല്ലോ, സൈഡായിട്ട് ആരും കഴിക്കാം, മെയിനായിട്ടും കഴിക്കാം. വേറെ ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ ഉരുള മുട്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് ഉണക്കയില അല്ലെങ്കിൽ സ്രാവൊക്കെ കിട്ടുമ്പോൾ ഇതുമാതിരി ഒന്ന് വറുത്ത് നോക്കണം. കഷ്ണമായിട്ട് വറക്കണേക്കാളും ടേസ്റ്റ് ഇതാണ്. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാത്തിനും സ്വാദുണ്ടാവും. ഒന്ന് പതുക്കെ ചെറു തീയിലിട്ട് വറക്കണം എന്നുള്ളൂ, നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.